ഹല്ലേലൂയ. സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഭാവിയെ മാറ്റാൻ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കുക? ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഏതെങ്കിലും നക്ഷത്രങ്ങളിൽ സാധിക്കുമോ? അങ്ങകലെ കോടാനുകോടി അകലത്തിൽ അല്ലെങ്കിൽ പ്രകാശവർഷം അകലെ കഴിയുന്ന ഒരു നക്ഷത്രത്തിന് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമോ? സാധിക്കുമോ? മാത്രമല്ല, ആ നക്ഷത്രവും ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. ആ സൃഷ്ടിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാണ് അഗസ്റ്റിൻ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നതും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. അവനാണ് ഏക സത്യ ദൈവം. അവനിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. നമുക്കറിയാം, പല ചിന്തകർ, ശക്തരായ വലിയ വലിയ ചിന്തകർ പലരും ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്, ഞാൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു, ഞാൻ എന്തിന് ഇവിടെ പിറന്നു, ഞാൻ എന്തിന് ജീവിക്കുന്നു, ഞാൻ എന്തിന് ഞാൻ ജീവിക്കുന്നു, എനിക്ക് എന്താ മാറ്റമുണ്ടാകുക? അനേക വ്യക്തികൾ ജനിക്കുന്നു, ജീവിക്കുന്നു, അവരെല്ലാം മരിച്ചു പോകുന്നു. അവരാരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. ഇന്ന് വരെ മരിച്ചവരൊരുവനും തിരിച്ചു വന്നിട്ടില്ല. ഈ പ്രേതം, ഭൂതം, ബാധ എന്നൊക്കെ പറയുന്നവരോട് ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്. എടാ, പ്രേതം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരിച്ച ആത്മാവിന് തിരിച്ചു വന്ന് ഈ ഭൂമിയിലെ മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? ഏറ്റവും ആദ്യം ചെയ്തു കൊടുക്കേണ്ടത്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നു എന്ന് വയ്ക്കുക, അനാവശ്യമായി ഒരുവനെ കൊന്നു എന്ന് വയ്ക്കുക. മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് തിരിച്ചു വന്നിട്ട് എന്ത് പറയണം? എന്നെ ഇന്ന ആൾ കൊന്നു എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പോലീസ് ഓഫീസർമാർക്കൊക്കെ ഈസിയാണ് അല്ലേ? കേസ് അന്വേഷിക്കുന്ന, കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർമാർക്ക് വളരെ ഈസിയാണ് അല്ലേ? ഈ മരിച്ചവൻ്റെ ആത്മാവ് ഈ ലോകത്തുള്ള ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോട് പോയി പറഞ്ഞാൽ മതി? ഈ പറയുന്ന പോലീസ് ഓഫീസറോട് പറഞ്ഞാൽ മതി അല്ലേ? വളരെ കൃത്യമായി ആരാണ് കൊന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇന്നും കോടതികളിൽ കുടുങ്ങിക്കിടക്കുന്ന കൊലപാതക കേസുകൾ ലക്ഷക്കണക്കിനാ അല്ലെങ്കിൽ കോടിക്കണക്കിനാ. പലതും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാരുടെ അവരുടെ ബുദ്ധിയും അല്ലെങ്കിൽ അവരുടെ കഴിവും ഉപയോഗിച്ചാണ് പലതും കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ ടെക്നോളജിയും ഉപയോഗിച്ച പലതും കണ്ടുപിടിക്കുന്നത് അല്ലേ? ഏതെങ്കിലും പ്രേതം വന്നിട്ട് കൊലപാതകം തെളിയിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കഥയുണ്ട്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് കേരളത്തിലുള്ള. അദ്ദേഹമാണെങ്കിൽ സകല അന്ധവിശ്വാസങ്ങളുടെയും കൂട് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകട്ടെ നമുക്ക്. കാരണം എന്താ പറയുക, ഇവിടെയുള്ള കേരളത്തിലെ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അവരുടെ കഴിവുകളെ ശൂന്യമാക്കി കാണിക്കുന്ന അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട്. സങ്കടകരമാണ്, അത് വിടാം നമുക്ക്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഏതെങ്കിലും മരിച്ച ആത്മാവ് വന്ന് ഏതെങ്കിലും കേസ് തെളിയിച്ചായിട്ട് പറയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അസ്ട്രോളജിസ്റ്റിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, മഷീട്ട് നോക്കുന്നവരെ കുറച്ച് കൂടുതലായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുത്താതില്ല. അവരിങ്ങനെ എന്ത് ചെയ്യുക, മഷീട്ട് നോക്കുന്നു, മരിച്ച ആത്മാവ് തിരിച്ചു വരുന്നു, ഈ ആത്മാവ് പറയുന്നു ഇന്ന ആളാണ് കൊന്നത്, ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ന തെളിവുകൾ, ആയുധങ്ങൾ ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈസി ആയിട്ട് തെളിയിക്കാമല്ലോ അല്ലേ? അല്ലെങ്കിൽ മരിച്ച ആത്മാവ് തിരിച്ചു വന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രതികൂലമായോ അനുകൂലമായോ സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുമെന്നുള്ളത് വെറും മിഥ്യയായ ധാരണയാണ്. അപ്പോൾ ഈ മരിച്ചവരൊക്കെ എവിടെ പോയി? ചില ചിന്തകർ, ഇപ്പോൾ ബുദ്ധനെ പോലെയുള്ള പ്രശസ്തനായ ചിന്തകർ, അവർ ചിന്തിച്ചത് അനേകം വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അവരെല്ലാം മരിക്കുന്നു, ഇവരൊക്കെ എവിടെ പോകുന്നു? ഇവരൊക്കെ നിത്യത പ്രാപിക്കുന്നുണ്ടോ? ഇവരൊക്കെ നിത്യരക്ഷ പ്രാപിക്കുന്നുണ്ടോ? രക്ഷ എന്നൊരു തലത്തിലേക്ക് മനുഷ്യൻ കയറുന്നുണ്ടോ? അതിന് അവകാശമാക്കുന്നുണ്ടോ എന്ന ചിന്ത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. യേശുക്രിസ്തുവിന് മുൻപ് അല്ലെങ്കിൽ കാലാകാലത്തോളം സർവ്വമതങ്ങളിലും സർവ്വചിന്തകളിലും സകല മനുഷ്യരെയും അലട്ടിക്കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്തിനു ജീവിക്കുന്നു, എൻ്റെ രക്ഷ എവിടെയാണ്, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ, നിത്യരക്ഷയിലേക്ക് ഞാൻ കയറുന്നുണ്ടോ എന്ന ചിന്ത എല്ലാ മതങ്ങളിലും എല്ലാ മനുഷ്യരിലും ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഒരു ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ ചിന്ത വിശുദ്ധ ബൈബിളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യൻ പാപം ചെയ്തു, പാപത്തിൻ്റെ ആ ആഘാതത്തിൽ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റപ്പെട്ട് നിത്യജീവനിൽ നിന്നും അവൻ അവകാശമാക്കിയ അല്ലെങ്കിൽ അവന് ദൈവം കൊടുത്ത നിത്യജീവനിൽ നിന്നും മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ പുറത്തുപോയി. ആ നിത്യജീവനെ പ്രാപിപ്പാൻ മനുഷ്യൻ എന്ത് ചെയ്യുക? അവൻ ഓടിക്കൊണ്ടിരിക്കുക. അവൻ അനുദിനം മനുഷ്യൻ അവൻ്റെ ചിന്തകളിലും അവൻ്റെ പ്രവർത്തികളിലും നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണെന്ന് എല്ലാവർക്കും ഉള്ളത് അല്ലേ? ആണോ? അല്ലേ?
ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ വന്നവരാണോ? ആണോ? നിങ്ങൾ ഭൗതിക കാര്യത്തിന് സമ്പത്തുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണോ? ആണോ? ആണെങ്കിൽ ഞാനല്ല, അപ്പോസ്തലനായ പൗലോസ് പറയാണ് നിങ്ങളാരാണ്? നിർഭാഗ്യവാന്മാരാണ്. നിങ്ങളാരാണ്? നിർഭാഗ്യവാന്മാരാണ്. ആരെങ്കിലും അങ്ങനെ അത് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഭൗതിക കാര്യം പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനു വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയം വെക്കുന്നവനാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആരാണ്? മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യവാൻ. അവന് സത്യം അറിയത്തില്ല, സത്യത്തിൻ്റെ ബോധ്യത്തിൻ്റെ ഒരല്പം പോലും അവനില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് താഴെ അതിൻ്റെ പല ഏടുകൾ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ നിത്യജീവനിലേക്ക് അവനെ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ നിത്യജീവനിലേക്ക് അവനെ എത്തിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക രഹസ്യമാണ് രക്ഷ എന്ന കാര്യം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം പഴയ നിയമത്തിൽ കൂടുതലായിട്ട് ദൈവിക വെളിപ്പാടുകൾ കടന്നു വരുന്നത് ദർശനങ്ങളിലൂടെയും പിന്നെ ഒരു കാര്യം കൂടി വരുന്നത്, രണ്ട് കാര്യങ്ങളിലൂടെ പ്രധാനമായിട്ടും. ഒന്ന് ദർശനമാണ്, മറ്റൊന്ന് സ്വപ്നങ്ങളാണ്. ഒന്ന് ദർശനമാണ്, മറ്റൊന്ന് സ്വപ്നമാണ്. നമുക്കൊരു വചനം വായിക്കാം. സംഖ്യാപുസ്തകം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം അതിൻ്റെ 12-ാം അധ്യായം 6-ാം വാക്യം. അവൾ മുന്നോട്ട് ചെന്നു അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. ദൈവം ഒരു പ്രവാചകനോട് രണ്ട് തരത്തിൽ സംസാരിക്കും. ഒന്ന് ദർശനത്തിൽ സംസാരിക്കും, അതല്ലേ നമ്മൾ വായിച്ചത്. കർത്താവായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും, സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. ദർശനത്തിൽ അവന് വെളിപ്പെടുത്തി കൊടുക്കും, സ്വപ്നത്തിൽ അവന് ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ന് പുതിയ നിയമത്തിലും ഈ സ്വപ്നങ്ങളുണ്ട്. ദൈവിക ദർശനത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് എന്തു ചെയ്യും? അതിൻ്റെ ലിമിറ്റേഷനായ സ്വപ്നത്തിലൂടെയും വെളിപ്പെടുന്നുണ്ട്. ചില വ്യക്തികൾ പാപത്തിലേക്ക് അല്ലെങ്കിൽ പിശാച് അവനെതിരെ തിരിയാൻ നിൽക്കുമ്പോൾ ശക്തമായി പിശാചിൻ്റെ ചില കരങ്ങൾ അവനെതിരെ നിൽക്കുന്ന സമയത്ത് ചില സ്വപ്നങ്ങളുണ്ടാകും. പാമ്പ് നമ്മളെ കൊത്താൻ വരുന്നത്, അല്ലേ? നമ്മൾ ജീസസ് വിഷൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഷിബു ബ്രദറും പ്രിയപ്പെട്ട ബൈജു ബ്രദറിൻ്റെ ചാനലും ബൈജു ബ്രദറും ഒക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ ചില ദർശനങ്ങൾ നമുക്കുണ്ടാകും. പാമ്പ് നമ്മളെ കൊത്താൻ വരും. ചിലരെ പാമ്പ് ഓടിക്കും, ചിലരെ പാമ്പ് കൊത്തും. ചിലരുടെ സ്വപ്നത്തിൽ എങ്ങനെയായിരിക്കും കാണുന്നത്? പാമ്പ് ചത്തിരിക്കുന്നത് കാണും, അല്ലെങ്കിൽ പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് കാണും. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തുവാ? നീ പാമ്പിനെയാണ് അല്ലെങ്കിൽ പാമ്പ് നിന്നെ കൊത്താൻ വരുന്നതാണ് കാണുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിനക്കെന്തോ ഒരു കഷ്ടത അല്ലെങ്കിൽ പിശാച് നിനക്കെതിരെ തിരിയാൻ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിനെതിരെ നിൻ്റെ പ്രവർത്തികൾക്കെതിരെ പിശാച് എന്തോ ശക്തമായ ആയുധങ്ങൾ നിനക്കെതിരെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവജനത്തിന് ദൈവം നൽകുന്ന വെളിപ്പാട്. എന്നാൽ സാത്താനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പാമ്പിനെ കൊല്ലുന്ന സ്വപ്നമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ അവൻ വെച്ചിരിക്കുന്ന കെണി ദൈവം എന്ത് ചെയ്തു? അതിനെ തകർത്തു എന്നതിൻ്റെ സാക്ഷ്യമാണ് പിശാചിനെ അല്ലെങ്കിൽ സർപ്പത്തെ കൊന്നത് അല്ലെങ്കിൽ പാമ്പിനെ കൊന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ. ചിലർക്ക് സ്വപ്നം ഉണ്ടാകും, പക്ഷേ എന്താണെന്ന് കാലത്ത് കണ്ണുറക്കുമ്പോൾ അതൊട്ട് ഓർമ്മയുണ്ടാവില്ല. ഞാൻ എന്തോ സ്വപ്നം കണ്ടു, പക്ഷെ എന്താണെന്ന് എനിക്കൊട്ട് അറിയത്തുമില്ല. ഇങ്ങനെയും സ്വപ്നങ്ങൾ ഉണ്ടാകും പല തലത്തിൽ. ഹല്ലേലൂയ. ഉൽപ്പത്തി 15-ാം അധ്യായം 12-ാം വാക്യം. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. ശ്രദ്ധിക്കണേ, 400 വർഷം അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് എന്ത് സംഭവിക്കും? പീഡകളുണ്ടാകും, കഷ്ടതകളുണ്ടാകും. ഇത് ദൈവം ആർക്ക് വെളിപ്പെടുത്തി? അബ്രഹാമിന് വെളിപ്പെടുത്തി. അബ്രഹാമിനെ എങ്ങനെ വെളിപ്പെടുത്തിയത്? ദർശനത്തിലൂടെ, അല്ലേ? ആ ദർശനം ഏത് തലത്തിലായിരുന്നു എന്ന ആ വാക്യം ഒന്നും കൂടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ 12-ാം വാക്യം. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിന് എന്ത് സംഭവിച്ചു? അവനൊരു ഗാഢനിദ്ര വന്നു. ആ ഗാഢനിദ്രയിലായപ്പോൾ ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു. അവൻ്റെ നിദ്രയിൽ ഒരു സ്വപ്നത്തിലൂടെയാണ് ദൈവം അബ്രഹാമിന് എന്ത് ചെയ്യുന്നത്? ചില വെളിപ്പാടുകൾ കൊടുക്കുന്നത്. ചില വെളിപ്പെടുത്തലുകൾ ദൈവം നൽകുന്നത് അബ്രഹാമിനെ സ്വപ്നത്തിലൂടെ ആയിരുന്നുവെന്ന് ഈ വചനം വായിച്ചാൽ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു? അത് സംഭവിച്ചോ ഇല്ലയോ? അതങ്ങനെയാണ് സംഭവിച്ചോ?
ഇസ്രായേൽ ജനം 400 വർഷം അടിമത്തത്തിൽ കിടന്നോ ഇല്ലേ? 400 വർഷക്കാലം ഇസ്രായേൽ ജനം എന്ത് സംഭവിച്ചു? അടിമത്തത്തിൽ കിടന്നു, കഷ്ടതയിൽ കിടന്നു. അതിനുശേഷം ദൈവം ആരെ ഉയർത്തി? മോശയെ ഉയർത്തി. വീണ്ടെടുപ്പാകുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും തൻ്റെ ജനത്തെ ദൈവം എന്ത് ചെയ്തു? വിടുവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരു സ്വപ്നം നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം. നമ്മളിന്ന് സ്വപ്നത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, രക്ഷയെക്കുറിച്ചാണ്. പക്ഷേ അത് ചില വാക്യങ്ങളിലൂടെ നമ്മളൊന്ന് പഠിച്ചു പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 41-ാം വാക്യം. പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവൻ ആത്മഗതം ചെയ്തു. പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യാക്കോബ് എന്ത് ചെയ്തു? ഏസാവിനെ ചതിച്ചു. ജ്യേഷ്ഠാവകാശം ഏസാവിനെ നിന്നും യാക്കോബ് സ്വന്തമാക്കി. അത് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഏസാവ് അവൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണത്തിന് ശേഷം ഞാൻ യാക്കോബിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ജ്യേഷ്ഠാവകാശം കൊടുത്ത് അവനെ വീണ്ടും ഉയർത്തി നിർത്തും എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താ പറഞ്ഞേ? ഒന്നൊരു വായിച്ചേ. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. അപ്പം യാക്കോബിനൊരു കാര്യം മനസ്സിലായി, ഏസാവ് എന്നെ വെച്ചേക്കത്തില്ല, എന്നെ കൊല്ലും എന്നൊരു കാര്യം യാക്കോബിന് മനസ്സിലായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ്റെ മാതാവിനും അത് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം എന്താ? ഈ മാതാവാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ പുറകിൽ ഈ മാതാവ് തന്നെയായിരുന്നു. മാതാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ഇവിടെ നിൽക്കണ്ട, നീ നേരെ തിരിച്ച് ഹാരാനിലേക്ക് പോവുക. ഇവിടെ നിന്നാൽ നിനക്ക് കഷ്ടതയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നീ ലാബാൻ്റെ അടുത്തോട്ട് പോകണം. അതിനുവേണ്ടി പിതാവിന് ചട്ടം കിട്ടുന്നു. അങ്ങനെ പിതാവിൻ്റെ ഉപദേശപ്രകാരം യാക്കോബ് എങ്ങോട്ട് പോകുന്നു? യാക്കോബ് നേരെ തിരിച്ച് ഈ പറയുന്ന ഹാരാനിലേക്ക് യാക്കോബ് പോകുന്നു. അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ഒന്ന് വായിക്കാമോ? 28-ാം അധ്യായം 11 മുതൽ വാക്യം. സൂര്യൻ അസ്തമിച്ചപ്പോൾ 10 മുതൽ വായിച്ചോ. യാക്കോബ് ബർശബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. നമ്മൾ നേരത്തെ കണ്ട അതേ തലത്തിൽ വീണ്ടും ഇതാ ഒരു ദർശനം, അല്ലേ? അബ്രഹാമിന് ഒരു ദർശനം ഉണ്ടായി. എങ്ങനെയായിരുന്നു? അവൻ ഗാഢനിദ്രയിൽ ആണ്ട് കഴിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു ദർശനം കൊടുത്തു. ഇതുപോലെ തന്നെ വീണ്ടും ഒരു ദർശനം പറയുകയാണ്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ, നിങ്ങൾ നേരത്തെ വായിച്ച വചനത്തിലും ഇതേ വാക്ക് തന്നെയുണ്ട്. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോൾ, ഗാഢമായ ഒരു ഇരുട്ട് ആവസിച്ച് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് ദൈവം ഒരു ദർശനം കൊടുത്തു. അത് തന്നെ നമ്മളിവിടെ കാണുകയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അവൻ രാത്രി ഒരിടത്ത് കഴിഞ്ഞു. ഒരു കല്ലെടുത്ത് അവൻ തലയണയായി വെച്ചു. അവൻ ഉറങ്ങാൻ കിടന്നു. അവൻ എന്ത് സംഭവിച്ചു? ഒരു ദർശനമുണ്ടായി. ആ ദർശനമാണ് നമ്മൾ വായിക്കുന്നത്. ഈ ദർശനമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം. സ്വപ്നം എന്ന കാര്യം നമ്മളവിടെ വിടുകയാണ്. ഞാൻ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾക്ക് ചില ദൈവിക വെളിപ്പാടുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. ദൈവിക വെളിപ്പാടുകൾ പലതും നമുക്കുണ്ടാകുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്ന നമുക്കത് മനസ്സിലാകുന്നില്ല. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ആദ്യമായിട്ട് ദർശനം കാണുന്നത്, എൻ്റെ ആദ്യത്തെ ദർശനം, ഫസ്റ്റ് വിഷൻ എന്ന് പറയുന്നത്, എൻ്റെ മൂത്ത കുഞ്ഞ് ഏകദേശം 4 വയസ്സുള്ളപ്പോൾ, 4 വയസ്സാണെന്ന് തോന്നുന്നു, 3.5 4 ആ സമയത്ത്, അവൻ LKG പഠിക്കുന്ന സമയത്ത് ഇവനെ ഞാൻ റെഡിയാക്കി, ഞാൻ വണ്ടിയിൽ കയറ്റി, ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവനെ സ്കൂളിൽ വിടാനായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇവനെ സ്റ്റെപ്പ് ഇറങ്ങി, എൻ്റെ മുകളിൽ സ്റ്റെപ്പ് ഇറങ്ങി ഞാനിങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത്, ഈ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു വിഷൻ കാണുകയാണ്. എൻ്റെ മകൻ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നു. ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ കൈ ഉറച്ചു പിടിച്ചു. കാരണം എന്തോ കാണുന്നുണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇവൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ മമ്മിക്ക് ഉമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ കൈ പിടിച്ചിട്ട് ഇവൻ തിരിച്ച് എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി. പെട്ടെന്ന് ഇവൻ ഓടുന്ന ഓട്ടത്തിൽ ഞാൻ വീണ്ടും ഈ വിഷൻ ഞാൻ കാണുന്നുണ്ട്. ഇവൻ സ്റ്റെപ്പിൽ നിന്നും മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാനിത് കണ്ടിട്ട് ഞാൻ ഓടി ഇറങ്ങി, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി, ഞാൻ പുറകിലേക്ക് ചെന്നു. കാരണം എനിക്കറിയാം ഇവൻ അകത്തേക്ക് പോയാലും അകത്ത് കയറി വീണ്ടും ബാക്ക് സൈഡിലൊരു സ്റ്റെപ്പ് ഉണ്ട്. കാരണം വൈഫ് എന്ത് ചെയ്യുക, അവിടെ അലക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ ഈ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പോയാൽ മതി. പക്ഷെ എൻ്റെ ചിന്തയൊന്നും പോയില്ല. ഇവൻ നേരെ പുറകിലേക്ക് അകത്തോട്ട് കയറി. ഇവൻ അകത്തോട്ട് കയറിയാലും നേരെ അകത്തോട്ട് കയറി പുറകിലെ വാതിലിലൂടെ പുറത്തിറങ്ങി പുറകിലെ സ്റ്റെപ്പിലൂടെ താഴോട്ട് ഇറങ്ങിയാലാണ് ഇവനെന്ത് പറ്റത്തുള്ളൂ, ഇവന് മമ്മീനെ കാണാൻ പറ്റത്തുള്ളൂ, അമ്മേൻ്റെ അടുത്തോട്ട് ഇവന് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് നിന്ന് ഓടിയാണ് പോകുന്നത്.
ഈ ഓടിപ്പോകുന്ന പോക്കിൽ ബാക്കിലെ സ്റ്റെപ്പിൽ നിന്നും ഇവൻ താഴോട്ട് വീഴുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ ദർശനം കണ്ടു, വിഷൻ കണ്ടു. ഞാനിത് കണ്ട് ഞാൻ പുറത്തുകൂടെ ഓടി ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. ഇവൻ മമ്മിയെന്ന് വിളിച്ചിട്ട് ആ മുകളിലെ ആ സ്റ്റെപ്പുമ്മ കാല് തട്ടി 1-ാം നിലയുടെ മുകളിൽ നിന്നും ഇവൻ കറങ്ങി നേരെ താഴെ വന്ന് പതിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഓടിച്ചെന്ന് കൊച്ചിനെ വാരിയെടുത്തു. ഞാൻ അതിനെ കുടഞ്ഞു. ഞാൻ നോക്കി, ഇവൻ ചാടി എഴുന്നേറ്റ് എനിക്കൊന്നും പറ്റിയില്ല എന്നും പറയുന്നുണ്ട്. ഇവൻ പൊടിയൊക്കെ തട്ടി കളയുന്നുണ്ട്. മമ്മിക്ക് ഉമ്മയും കൊടുത്തു. പുള്ളി നേരെ ക്ലാസ്സിൽ പോകാൻ റെഡിയായി. ഞാൻ പറഞ്ഞു, എടാ നിനക്ക് എന്തെങ്കിലും പറ്റിയോ, തലയിടിച്ചോ, എന്താ പറ്റിയോ ഒന്നും അറിയത്തില്ല. ഞാൻ ആകെ ടെൻഷനായി, പേടിച്ചു വിറച്ച്. എന്തെന്നറിയില്ല, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ ടെൻഷനെല്ലാം ഉള്ളിൽ ഒതുക്കി ഞാനിവൻ്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്നതിനൊപ്പം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലൊരു ചിന്ത വരിക. ഞാനും കർത്താവുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുക. കർത്താവേ, നീ എനിക്ക് കാണിച്ചു തന്നു ഇവൻ പുറകിൽ നിന്നും താഴെ വീഴുന്നത്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് പിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഒന്നും സഹായിക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നീ എന്തിനാ എന്നെ ഈ ദർശനം കാണിച്ചു തന്നത്? ഞാൻ കർത്താവുമായിട്ടൊരു മൽപ്പിടുത്തമായി. വൈഫ് പറഞ്ഞ് അവനെ ക്ലാസ്സിൽ വിടണ്ട. അവൻ പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ പോകും. ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു വീഴ്ച വീണിട്ടുണ്ട്, എന്തെങ്കിലും ഒമിറ്റ് ചെയ്യോ, എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങളെ പെട്ടെന്ന് വിളിക്കണം, ഞങ്ങൾ വന്ന് തിരിച്ച് പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇവനെ അവസാനം ക്ലാസ്സിൽ വിട്ടു. വൈഫ് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? പക്ഷേ എൻ്റെ ചിന്ത ഇതാ, എൻ്റെ തലയിൽ ഈ ചിന്ത കയറി. കർത്താവ് എനിക്കൊരു വിഷൻ തന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ദർശനങ്ങൾ നൽകണമേ, വിഷൻ നൽകണമേ. പക്ഷേ ഇത് വൃഥായായി, ഒരു ഗുണമില്ല. വിഷൻ തന്നു, പക്ഷേ എനിക്ക് എന്ത് പറ്റി? എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് ഒരു കൈ അനക്കാൻ പോലും സാധിച്ചില്ല. ഞാൻ ഈ വിഷൻ എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ബ്രദറെ ഇങ്ങനൊരു കാര്യം സംഭവിച്ചു. ബ്രദർ ചോദിച്ചാടാ അവന് വല്ലതും പറ്റിയോ? ഇല്ല. ഞാൻ പറഞ്ഞു, അവൻ വീഴുന്നത് 1-ാം നിലയുടെ മുകളിൽ നിന്നാണ്. അവൻ വീഴുമ്പോൾ അവൻ വീഴുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, നിങ്ങൾക്കറിയാം വീടിൻ്റെ പുറകുവശത്ത് നമ്മൾ സാധാരണ ഈ വാക്കത്തി, പിച്ചാത്തി, അതുപോലെ കോടാലി, തൂമ്പ ഇതൊക്കെ കൊണ്ടുവന്നിടുന്നൊരു സ്ഥലമാണ് ഈ സ്റ്റെയറിൻ്റെ താഴെ അല്ലേ. എപ്പോഴും സ്റ്റെയറിൻ്റെ താഴെയാണ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക. എൻ്റെ വീട്ടിലും അത് തന്നെയായിരുന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. തൊട്ടടുത്ത് വാച്ചാത്തിരിക്കുന്നുണ്ട്, പിക്കാസ് ഇരിക്കുന്നുണ്ട്, ഇതെല്ലാം അപ്പുറം ഇരിക്കുന്നുണ്ട്. ഇവൻ അതിൻ്റെ നടുക്കാണ് വീണത്. ഇവനൊരു പോറൽ പോലുമില്ല. അതും ഏറ്റവും രസം, ഈ പിക്കാസ് ഇരിക്കുന്നത് കുത്തിയെ വെച്ചിരിക്കുന്നത്. അതായത് അതിലേക്കാണ് വീഴുന്നതെങ്കിൽ ഇതിൽ കൂടെ കയറി ഇപ്പുറത്തേക്ക് വരാനുള്ളതേ ഉള്ളൂ. ഒരു തലനാരിഴക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് എൻ്റെ കുഞ്ഞ്. ദൈവം രക്ഷപ്പെടുത്തിയതാ. ബ്രദർ ചോദിച്ചു, എടാ കുഞ്ഞിന് അപകടം വല്ലതും പറ്റുമോ? ഇല്ല. പിന്നെ നീ എന്തിനാ കർത്താവിനെതിരെ മറുതലിക്കുന്നേ? നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ നിലവിളിക്കുന്നേ? ഞാനൊരു ചോദ്യം നിന്നോട് ചോദിച്ചോട്ടെ. ഇത് നീ കണ്ടു, എന്ത് സംഭവിച്ചു? കൊച്ച് അവിടെ നിന്ന് വീഴാൻ പോയി, നീ പിടിച്ചു കൈമേ, നീ അവനെ തിരിച്ചു കൊണ്ടുവന്നു. നീ എന്ത് സംഭവിക്കും? നിനക്ക് സ്വാഭാവികമായി തോന്നിയതാ, ദൈവം തന്ന ദർശനമായിട്ട് നീ എന്ത് ചെയ്യത്തില്ല? നീ അതിനെ കണക്ക് കൂട്ടത്തില്ല, നീ അതിനെ ചിന്തിക്കത്തില്ല. ദൈവം നിനക്ക് നൽകിയ വിഷനാണ് എന്ന് കാണണമെങ്കിൽ അത് സംഭവിക്കുകയും എന്നാൽ അപകടം അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്താലാണ് ഇത് ദൈവത്തിൻ്റെ വിഷനാണെന്ന്, അല്ലെങ്കിൽ ദൈവം നിനക്ക് നൽകിയതാണെന്നും നിനക്ക് ഉറപ്പ് വരത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. പക്ഷേ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ദൈവം എന്ത് ചെയ്തു? കാത്തു പരിപാലിച്ചു. അതാണ് ദൈവത്തിൻ്റെ വിഷൻ എന്ന് എൻ്റെ ആത്മീയ ഗുരു എനിക്കൊരു ബോധ്യം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിഷൻ അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിക്കരുത്, അതിനെ ഏറ്റെടുക്കണം. അതിനു വേണ്ടി നീ എന്ത് ചെയ്യണം? നീ പ്രാർത്ഥിക്കണം, നീ അതിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ദൈവത്തിൻ്റെ ചില വെളിപ്പാടുകൾ എന്ന് നൽകാനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരിക്കൽ കൂടി ഈ യാക്കോബിന് ദൈവം കൊടുത്ത ഈ വിഷനിൽ നിന്നും ദൈവം എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ദൈവം എന്താണ് ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് ദർശിക്കാം. അതിൻ്റെ 12-ാം വാക്യം നമുക്കൊന്നുകൂടി വായിക്കാം. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ വിഷൻ ഇതാണ്. ഒരു ഗോവണി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുക. മണ്ണിൽ അല്ലെങ്കിൽ ഭൂമിയുടെ എവിടെയോ ഒരു ഗോവണി എന്ത് ചെയ്തിരിക്കുകയാണ്? ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആ ഗോവണിയിൽ നിന്നും ദൈവദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതുമായിട്ടുള്ള ഒരു ദൈവിക വെളിപ്പാട് യാക്കോബിനുണ്ടായി. പ്രിയമുള്ളവർ, ഈ വെളിപ്പാട് യാക്കോബിനുണ്ടായെങ്കിലും യാക്കോബിന് ഭൗതികമായ ഒരു തലം മാത്രമേ അവന് മനസ്സിലായിട്ടുള്ളൂ. അതിന് ആത്മീയമായ ഒരു ദൈവിക രഹസ്യമുണ്ടെന്ന് യാക്കോബിനപ്പോൾ മനസ്സിലായിട്ടില്ല. അത് പുതിയ നിയമത്തിലൂടെ മാത്രമേ അത് വെളിപ്പെടുന്നുള്ളൂ. അത് പഴയ നിയമത്തിൽ എന്താണ് ആ ഗോവണിയെന്നും അത് ഭൂമിയിൽ എവിടെയാണ് നാട്ടിയിരിക്കുന്നതെന്നും ഈ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും എന്തിനു വേണ്ടിയിട്ടാണെന്നും
യാക്കോബിനൊട്ടും മനസ്സിലായിട്ടില്ല. പക്ഷേ ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ വെളിപ്പാട് ദൈവസഭയ്ക്ക് ദൈവം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യാക്കോബിനുണ്ടായ ഭൗതികമായ വെളിപ്പാട് ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അതിന്റെ 13-ാം വാക്യം വായിച്ചേ. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. ഓക്കെ, അതിനകത്തൊരു രഹസ്യം കിടക്കുന്നുണ്ട്, ഒരു ചെറിയ ദൈവിക രഹസ്യം ആ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട്, ഈ ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു. അതായത് ആ സ്വർഗത്തിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്. പിന്നീട് നമ്മൾ വീണ്ടും പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മോശയോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ദൈവം പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മക്കളെ അഭിസംബോധന ചെയ്യുന്നത്. യാക്കോബിനെ അഭിസംബോധന ചെയ്യുമ്പോഴും യാക്കോബിനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ 2 പിതാക്കന്മാരുടെ പേര് പറയുന്നു. വീണ്ടും മോശയോട് പറയുമ്പോൾ, ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. നിങ്ങൾ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് സദൂക്കായർ എന്ന് പറയുന്ന ഒരു ടീം വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് പുനരുദ്ധാനമില്ല എന്നൊരു വാദവുമായി വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടാകാം. ക്രിസ്ത്യാനികളാണെങ്കിൽ, വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അല്ല പള്ളിയിൽ പോയി വെറുതെ ആ കുർബാനയുടെ മധ്യമെങ്കിലും ഈ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടാകും, അല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ സദൂക്കായർ എന്ത് പറഞ്ഞിട്ടാണ് വരുന്നത്? പുനരുദ്ധാനം എന്ന് പറയുന്നൊരു കാര്യം ഇല്ല, അതല്ലേ അവരുടെ വാദം ആണ്. അപ്പോൾ ഈ വാദം അവർ തെളിയിക്കാൻ വേണ്ടി യേശുവിൻ്റെ മുൻപിൽ ഒരു വലിയ കഥ എടുത്തുകൊണ്ടാണ് വരുന്നത്, ഒരു നീണ്ട കഥ. ഈ കഥ എന്താണ്? ഒരുവന് 7 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ വിവാഹം കഴിച്ചു, ഒരു ഭാര്യയെ സ്വീകരിച്ചു. മൂത്തവൻ മരണപ്പെട്ടു. അവൻ്റെ ഭാര്യയെ രണ്ടാമത്തവന് കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ നിദ്രയിൽ പോയി. രണ്ടാമത്തവനോളെ സ്വീകരിച്ച് അവനെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്നാണ് മോശയുടെ കൽപ്പന. അപ്പോൾ ആ കൽപ്പന അവൻ പുറപ്പെടുവിച്ചു. വീണ്ടും അങ്ങനെ 3-ാമത്തവൻ, 4-ാമത്തവൻ, അങ്ങനെ എന്ത് ചെയ്തു? 7 പേരും ഈ ഭാര്യയെ സ്വന്തമാക്കി. 7-ാമനും മരിച്ചു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ഭാര്യ ആരുടെ ആയിരിക്കും? ഈ 7 പേരും ഇവൾക്ക് ഭർത്താവായിരുന്നല്ലോ എന്നൊരു കഥയാണ്. അവൻ്റെ മെമ്മറി അല്ലെങ്കിൽ അവൻ്റെ ആ ചിന്തിക്കാനുള്ള കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്രിഷ്യേറ്റ് ചെയ്യണം, അല്ലേ? എന്താ ചിന്തകളല്ലേ? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഈ സംഭവം കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ 2-ാമന് ഭാര്യയായിട്ട് കൊടുത്തപ്പോൾ തന്നെ യൂദാക്ക് കാര്യം മനസ്സിലായി, അല്ലേ? തുടക്കം തന്നെ. അതായത് ഈ 12 മക്കളുടെ യൂദാക്ക് മക്കളുണ്ടായിരുന്നു. ആ മക്കൾക്ക് മൂത്തവൻ്റെ ഭാര്യയെ 2-ാമത്തവന് കൊടുത്തു. 2-ാമത്തവൻ മരണപ്പെട്ടു. ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേലെ ഇറങ്ങി വന്നു. 3-ാമത്തവന് കൊടുത്തോ? ഇല്ല. കാരണം എന്താ? ഇവന് മനസ്സിലായി ഇത് ഇങ്ങനെ താഴോട്ട് പോകുമെന്നുള്ളത് മനസ്സിലായി. അവിടെ തന്നെ ബ്ലോക്ക് ചെയ്ത മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധി ഇട്ടിട്ട് ആര് കളിക്കുക? സദൂക്കായൻ യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വന്നു നിൽക്കുക. അപ്പം യേശു ക്രിസ്തു തിരിച്ചു കൊടുക്കുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു തിരിച്ചു കൊടുക്കുന്ന മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിന് വേണമെങ്കിൽ വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാരുടെ പുസ്തകം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അനേക പുസ്തകത്തിൽ പുനരുദ്ധാനമുണ്ട് എന്ന വാക്യം തെളിയിക്കാം. യഥാർത്ഥത്തിൽ സങ്കീർത്തനത്തിലുണ്ട്, അനേക പ്രാവശ്യം സങ്കീർത്തനത്തിൽ ഇത് പറയുന്നുണ്ട്. മാത്രമല്ല പ്രവാചകന്മാരുടെ അനേക പുസ്തകങ്ങളിൽ പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എടുത്തു വെച്ചിട്ട് യേശു എന്ത് ചെയ്യുന്നില്ല? സദൂക്കായരുടെ മുൻപിൽ ഒരു വാദം നിരത്തുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? സദൂക്കായർ ആകെ 5 പുസ്തകങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ. സദൂക്കായർ ആകെ 5 പുസ്തകങ്ങളെ അംഗീകരിക്കുന്നുള്ളൂ. നിങ്ങളൊരു ഹൈന്ദവൻ്റെ അടുത്ത് എന്നത് ബൈബിളിൽ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അവനത് അംഗീകരിക്കുമോ? അവനത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം ബൈബിൾ അവന് ആധികാരികമായ ഒരു ഗ്രന്ഥമല്ല, അല്ലേ? ഒരു ഇസ്ലാമിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ബൈബിളിൽ ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അവൻ അംഗീകരിക്കുമോ? കാരണം എന്താ? അവന് ബൈബിൾ എന്നുള്ളത് ആധികാരിക ഗ്രന്ഥമായിട്ട് അവൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ യേശു എന്താ ചെയ്യുന്നത്? അവൻ്റെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ അവൻ അംഗീകരിക്കുന്ന 5 പുസ്തകങ്ങളിലുള്ള ദൈവം കൽപ്പിച്ച ഒരു വാക്യം എടുത്തുകൊണ്ട് വരികയാണ്. ദൈവം ഇതാ പുറപ്പാട് പുസ്തകത്തിലും പ്രവാചകന്മാരുടെ മുൻപിലും മോശയുടെ മുൻപിലും ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണെന്ന് അവരുടെ മരണത്തിനും അനേക വർഷങ്ങൾക്ക് ശേഷം
ഇതാ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ ആരുടെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു? ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നു. അല്ലയോ സദുക്കായരെ, നിങ്ങൾ ചിന്തിക്കുക, ഇവർ മരിച്ചും പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്തിനാ ഈ പേര് ഉച്ചരിക്കുന്നത്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അതും ജീവനുള്ളവരായതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുക? ഞാൻ അവരുടെ ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നത് എന്ന് യേശു സദുക്കായരുടെ മുൻപിൽ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കൃത്യമായൊരു വാദം ഉന്നയിച്ച് തെളിയിക്കുക. ഹല്ലേലൂയ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ദൈവം യേശുക്രിസ്തു വളരെ കൃത്യമായി പഴയ നിയമത്തിൻ്റെ ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രബോധനങ്ങൾ ചെയ്തത്. യേശുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്ത് ചെയ്യാം? ഒരൊറ്റ ഉദ്ധരണി വെച്ച് നേരെ അവരുടെ വാദത്തെ തകർക്കാം. പക്ഷേ യേശു അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. സദൂക്കായർക്ക് വിശ്വസിക്കാൻ കഴിയാവുന്ന തലത്തിൽ, അവർക്ക് മനസ്സിലാക്കാവുന്ന ആഴത്തിലേക്ക് അവർ ഉപയോഗിക്കുന്ന അവരുടെ ആധികാരികമായ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ യേശു എന്ത് ചെയ്യാണ്? ആ ഉദ്ധരണികൾ എടുത്തു വെച്ച് അവരെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വരികയാണ് യേശുവിന്. കാരണം അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് സത്യത്തിൽ നമുക്കും അറിയത്തില്ല. നമ്മളും വാദോരാതെ പറയാറുണ്ട്. ദൈവം അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അബ്രഹാത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം. നമ്മൾ പാട്ടുപാടി ആരാധിക്കുമല്ലോ, ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതാ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? 10 വർഷമായി സഭയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് മാനസാന്തരപ്പെട്ടിട്ട്, പക്ഷെ 10 വർഷമായിട്ട് നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് അറിയുമോ എന്നുള്ളതാണ്. ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നത് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണെന്നാണ് ദൈവം പ്രഖ്യാപിക്കുന്നത്. അതായത് നീ ഇവിടെ ഇരുന്ന് മരിച്ചു പോകേണ്ടവനല്ല, പകരം നിന്റെ മരണം എന്നുള്ളത് ഒരു പുറപ്പാടും ഒരു കടന്നുപോക്കും മാത്രമാണ്. നിനക്കൊരു നിത്യജീവന അവകാശിയാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുക. മനസ്സിലായോ? വ്യക്തമായോ? ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്നത്, അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എന്ത് ചെയ്യാണ്? അവരെന്ത് ചെയ്യാണ്? എല്ലാം പോയി, ആരുമില്ല ഇവിടെ. ദൈവം അത് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? നിങ്ങളിത് വെറുതെ കേൾക്കുന്നേ ഉള്ളൂന്നോ? നിങ്ങളിവിടെ ഉണ്ടോ? ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഉണ്ട്. ദൈവമേ, രക്ഷപ്പെട്ട്, ഭാഗ്യം. ദൈവം എന്തിനാ അത് പറയുന്നത്? ഞാൻ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എന്ത് ചെയ്യാണ്? അവർ മരിച്ചോ? ഇല്ല, അവർ ജീവിക്കുന്നവരാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക സത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വെറും ദൈവമല്ല, ഞാൻ അബ്രഹാമിൻ്റെയും, ഇസ്ഹാക്കിൻ്റെയും, യാക്കോബിൻ്റെയും ദൈവമാണ്. ഇവിടെ യാക്കോബിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമാണ്. ഇത് എവിടെ നിന്നിട്ട് പറഞ്ഞത്? പറഞ്ഞ വാക്യം ഒന്നുകൂടി വായിച്ച മോനെ, 13-ാം വാക്യം. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു. അതായത് ഒരു ഗോവണിയുടെ മുകളിൽ നിന്നിട്ടാണ് കർത്താവ് അത് അരുളി ചെയ്യുന്നത്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ എന്നോടുകൂടെ പ്രവർത്തിച്ചാൽ നാളെ ഞാൻ നിന്റെ പേരും വിളിച്ചു പറയും, യാക്കോബേ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് ഞാൻ വിളിച്ചു പറയും. ഇപ്പം ഞാൻ 2 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. നിന്റെ കൂടി പേര് ഞാൻ പറയണമെങ്കിൽ എന്ത് വേണം? നീ എന്നോടൊപ്പം പ്രവർത്തിക്കുകയും ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ നീ ആവുകയും ചെയ്യണമെന്നൊരു ബോധ്യം ആർക്ക് കൊടുക്കുക? യാക്കോബിനോട് കൊടുക്കുക. ഹല്ലേലൂയ. ഇത് യാക്കോബ് ഹാരാനിലേക്ക് പോയപ്പോൾ കൊടുത്തതാ. അങ്ങോട്ട് പോയപ്പോൾ അവൻ്റെ പ്രവർത്തികൾ നിങ്ങൾ പരിശോധിച്ചു. ഞാൻ പെട്ടെന്ന് തീർക്കാം. അവൻ്റെ പ്രവർത്തികൾ നിങ്ങൾ പരിശോധിച്ചോ. ലാബാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയരുത്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയണം. അതുകൊണ്ട് പൊട്ടും പുള്ളിയുമുള്ള ആടുകൾ മാത്രം എനിക്ക് മതി, നിൻ്റെ അപ്പൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട. സ്വന്തം ഭാര്യമാരോട് പറയാണ്, അല്ലയോ ഭാര്യമാരെ, നിൻ്റെ പിതാവിൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിച്ചു എന്ന് പറയാൻ പാടുള്ളൂ. അല്ലാണ്ട് ലാബാൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട, ലാബാൻ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയരുത്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നൊരു വിശ്വാസം യാക്കോബ് ഉടനീളം പറയുന്നുണ്ട്. 21 വർഷം ലാബാൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യാക്കോബ് അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഒരു മാറ്റവുമില്ലാതെ. ഹല്ലേലൂയ. 21 വർഷം കഴിഞ്ഞ് യാക്കോബ് തിരിച്ചു വരികയാണ്. യാക്കോബിൻ്റെ തിരിച്ചൊരു പോക്കുണ്ടല്ലേ. എവിടെ വെച്ചിട്ടാണോ അവൻ സ്വപ്നം കണ്ടത് അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും ദൈവം അവന് പ്രത്യക്ഷപ്പെടും, ദൈവം അവന് വെളിപ്പെടുത്തും. ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും, നീ പോകുന്ന വഴിയിലൊക്കെയും ഞാൻ നിന്നോടുകൂടെ പ്രവർത്തിക്കുമെന്ന് ദൈവം വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വഴിയിൽ ദൈവം ഉണ്ടോ? ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ യാക്കോബ് വിജയിച്ച പോലെ വിജയിക്കണം. യാക്കോബ്
അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അനുഗ്രഹിക്കപ്പെടണം. യാക്കോബ് വിജയിച്ചതുപോലെ നമ്മൾ വിജയിച്ചേ മതിയാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പിന്നീട് യാക്കോബിന് ഒരുപാട് പ്രവചനങ്ങൾ കൊടുക്കുന്നുണ്ട്. നിൻ്റെ മക്കൾ പൂഴി പോലെ ആയിരിക്കും, അത് വലിയൊരു സംഖ്യയാകും, ഞാൻ അവനെ വേറെ ദേശത്തേക്ക് കൊണ്ടുപോകും, അവർ 430 വർഷം അടിമത്തത്തിലായിരിക്കും, പക്ഷേ അവനെ ഞാൻ വീണ്ടെടുക്കും, അവനെ ഞാൻ വിശുദ്ധീകരിക്കും, ദൈവത്തിൻ്റെ കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത ദേശത്തേക്ക് അവർ പ്രവേശിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, പുതിയ നിയമത്തിലേക്കൊന്ന് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 50 അല്ലെങ്കിൽ 48 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 48 മുതൽ വാക്യം. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ശ്രദ്ധിക്കണേ, നമ്മളിത് ഒരുപാട് ചിന്തിച്ചിരിക്കുന്ന വിഷയമാണ്. പക്ഷേ ഈ പോയിന്റുമായി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ വിഷയം ഒന്ന് എടുത്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി നഥാനായേലിനെ കുറിച്ച് ഇതിന് മുൻപും സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മൾ അത്താണിയിലെ ഹോളിൽ വെച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന വിഷയമാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ സംസാരിക്കേണ്ടതുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ നഥാനായേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? അല്ലേ, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഞാൻ നിന്നെ കണ്ടു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ 49-ാമത്തെ വാക്യം നഥാനായേൽ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. റബ്ബേ, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ഇസ്രായേലിന്റെ രാജാവാണ്. എനിക്ക് 2-ാമത്തെ വാക്യം ഏറ്റവും ഇഷ്ടം. ഇസ്രായേലിന്റെ രാജാവാണ്. നഥാനായേൽ ഓൺ ദ സ്പോട്ട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, നീ ആരാണ്? ഇസ്രായേലിന്റെ രാജാവാണ് എന്നൊരു പ്രഖ്യാപനം നഥാനായേലിൽ നിന്നുണ്ടാവാണ്. ഈ പ്രഖ്യാപനത്തിന്റെ മറുപടിയായിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നീ വിശ്വസിച്ചു, ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നീ അത് സ്വീകരിച്ചു, മാത്രമല്ല നീ ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞു എന്താണ്? നീ ദൈവപുത്രനാണെന്നും നീ രാജാവാണെന്നും ഏറ്റു പറഞ്ഞു. അതുകൊണ്ട് നിനക്കൊരു അനുഗ്രഹം നൽകുകയാണ്. ആ അനുഗ്രഹം ഇതാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അതായത് ഒരു കാര്യം നീ കാണും. യാക്കോബ് കണ്ടൊരു സ്വപ്നം നീ എന്ത് ചെയ്യും? നീ വീണ്ടും ദർശിക്കും. യാക്കോബിനോട് ദൈവം അരുളി ചെയ്തൊരു കാര്യം നീ എന്ത് ചെയ്യും? നീ വീണ്ടും ദർശിക്കും, നീ അത് വീണ്ടും സ്വീകരിക്കുമെന്ന് ദൈവം ഒരു വെളിപ്പാട് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വെളിപ്പാട് വളരെ വ്യക്തമാണ്. കർത്താവ് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നഥാനായേലേ, ഞാൻ രാജാവാണെന്ന് നീ അംഗീകരിച്ചാൽ, ഞാൻ ദൈവപുത്രനാണെന്ന് നീ അംഗീകരിച്ചാൽ, നീ ഭൂമിയിൽ നാട്ടിയിരിക്കുന്ന ഒരു ഗോപണി നീ വീണ്ടും കാണും. ആ ഗോപണിയുടെ ഉയരത്തിൽ യഹോവ നിന്നോട് പ്രത്യക്ഷപ്പെടും. യഹോവ നിനക്ക് ചില വെളിപ്പാടുകൾ നൽകും. ആ വെളിപ്പാട് ഇങ്ങനെയായിരിക്കും, നിത്യജീവന് വേണ്ടി നിനക്കിതാ ഒരു ഗോപണിയെ ഭൂമിയിൽ നാട്ടിയിരിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് ദർശിക്കും. ആ ദർശനം ഇതായിരിക്കും, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായിരിക്കും. പുനരുദ്ധാനത്തിൻ്റെ ദൈവം ഞാനായിരിക്കും. ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന് നീ ദർശിക്കും. നഥാനായേലേ, നീ ഇത് കാണാതെ പോകത്തില്ല എന്നാണ് അവനോട് പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് നഥാനായേലേ, നീ ഒരു കാര്യം കാണും. ഭൂമിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ഗോവണി നിന്റെ നഗ്ന നേത്രം കൊണ്ട് നീ കാണും. ആ ഗോവണിയുടെ മുകളിൽ നീ ഏറ്റുപറഞ്ഞ വാക്യം എഴുതി വച്ചിരിക്കുന്നത് നീ കാണും. ഇസ്രായേലിന്റെ രാജാവ് എന്നിരുന്നത് നീ അത് കാണും. മാത്രമല്ല, ആ ഭൂമിയിൽ നാട്ടിയിരിക്കുന്ന ആ ഗോവണിയിലാണ് ഉന്നതത്തിലേക്ക് നിന്നെ കയറ്റുന്ന നിത്യജീവന്റെ രക്ഷ മറഞ്ഞിരിക്കുന്നത് എന്ന സത്യം നിനക്ക് വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് നഥാനായേലിന്റെ മുൻപിൽ ദൈവം ഒരു വെളിപ്പാട് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പഴയ നിയമത്തിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വീണ്ടും ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തത ലഭിക്കും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുത്തു, അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു, സകല ഭൗതിക അനുഗ്രഹവും അവർക്ക് കൊടുത്തു. എല്ലാ ഭൗതിക അനുഗ്രഹവും അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തിനെ നിഷേധിക്കാൻ തുടങ്ങി, ദൈവത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിനെതിരെ അവർ പിറുപിറുക്കാൻ തുടങ്ങി എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-6 വാക്യം. ഇസ്രായേലരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്കടിമകളായി ഇസ്രായേലരും സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം
വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മഞ്ഞയല്ലാതെ മറ്റൊന്നും കാണാനില്ല. ഇസ്രായേൽ ജനം മുഴുവൻ പറഞ്ഞൊരു കാര്യമാണ്. എന്തൊക്കെ അവർക്ക് ലഭിച്ചു? കുറേ ലിസ്റ്റ് പറയുന്നുണ്ട്. വെളുത്തുള്ളിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്, ഇറച്ചിപ്പാത്രമുണ്ട്. ഇഞ്ചി മാത്രം ഇല്ലാന്ന് തോന്നുന്നു. അന്ന് ഇഞ്ചി കൃഷി കാര്യമായിട്ട് ഇല്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇഞ്ചി കൃഷി ആയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. പോട്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള സാധനങ്ങളുടെയൊക്കെ പേര് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്കുണ്ട് അല്ലേ? അവർക്കിതൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ഉള്ളത്? മന്ന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിത്യജീവൻ്റെ ഭക്ഷണം ഞങ്ങൾക്കുണ്ട്, മന്ന ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇവർക്ക് കാടപ്പക്ഷിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ കരഞ്ഞപ്പോഴും ഇവർ പിറുപിറുത്തപ്പോഴും എല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തു? ഇവർ വീണ്ടും പിറുപിറുത്തുകൊണ്ടിരുന്നു. അതിന് താഴോട്ടുള്ള വചനം വായിക്കുമ്പോൾ മന്നയ്ക്ക് കൊത്തബാലരിയുടെ ആകൃതിയും, അതായത് അവർക്ക് മന്ന മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. നമ്മൾ സംഖ്യാപുസ്തകം വീണ്ടും വായിക്കുമ്പോൾ 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം ഇവർ വീണ്ടും പിറുപിറുക്കുന്നുണ്ട്. ഇവർ പിറുപിറുപ്പ് വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയക്കുകയാണ്. അല്ലെങ്കിൽ ചില സർപ്പങ്ങൾ വന്ന് ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യാണ്? കൊത്തുകയാണ്. വീണ്ടും ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കും, അയ്യോ ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തിന്മ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയും. മോശയുടെ അടുത്തോട്ട് വരും. മോശയുടെ അടുത്തോട്ട് പറയുമ്പോൾ ദൈവം മോശയ്ക്ക് ഒരു വെളിപ്പാട് കൊടുക്കുക. മോശേ, നീ എന്ത് ചെയ്യരുത്? നീ വിഗ്രഹം ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ സ്വർഗത്തിലോ ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ ഒന്നും നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ മോശയോട് ദൈവം പറയാണ്, നീ എന്ത് ചെയ്യണം? സംഖ്യ 21:8 വായിക്കൂ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ നീ പിച്ചള കൊണ്ട് തല്ലി ചതച്ച് എന്ത് ചെയ്യണം? ഒരു പിച്ചള സർപ്പത്തെ നീ ഉണ്ടാക്കണം. അന്ന് നമ്മുടെ ഇവിടുത്തെ മെഷീനൊക്കെ ഉണ്ടോ? അന്നത്തെ കാലത്ത് ഇല്ല. വാർത്തെടുക്കാൻ പറ്റുന്ന മെഷീനൊക്കെ ഉണ്ടോ? ഇല്ല. ഇനി വാർത്തെടുക്കുന്ന തലം നമ്മളപ്പുറത്ത് പറയുന്നുണ്ട്. ആര്? കാളക്കുട്ടിയെ സ്വർണം കൊണ്ട് വാർത്തെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ദൈവം ഇവിടെ മോശയോട് പറഞ്ഞത് വാർത്തെടുക്കാനാണോ പറഞ്ഞേ? അല്ല. പിച്ചള കൊണ്ട് അടിച്ചുണ്ടാക്കിയ ഒരു സർപ്പത്തെ നീ എന്ത് ചെയ്യണം? ഒരു വടിയിൽ കുത്തി നിർത്തണം. ഇസ്രായേൽ ജനം അതിലേക്ക് നോക്കുമ്പോൾ നിനക്ക് എന്ത് സംഭവിക്കും? രക്ഷ പ്രാപിക്കും, അല്ലെങ്കിൽ അവർ ജീവൻ പ്രാപിക്കും. സർപ്പത്തിൻ്റെ ദംശനം അവർക്ക് ഏൽക്കാതെ പോകും എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തുക. എന്താണ് സർപ്പം? സർപ്പം എന്തുവാ? ആദ്യം സർപ്പം എന്തുവാ? ബൈബിൾ ഉടനീളം സർപ്പത്തെ കാണിക്കുന്ന എന്തിൻ്റെ പ്രതീകമായിട്ടാണ്? സാത്താൻ്റെ പ്രതീകമായിട്ടാണ്. പാപത്തിൻ്റെ, തിന്മയുടെ പ്രതീകമായിട്ടാണ് ബൈബിൾ ഉടനീളം കാണിക്കുന്നത്. പിന്നെ എന്തിനാണ് സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞത്? പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഒരു സർപ്പത്തെ ഉയർത്തി നിർത്താൻ പറഞ്ഞത് മോശയോട്? മാത്രമല്ല മോശയോട് പുറപ്പാട് 20 പറഞ്ഞിരിക്കുക, നീ എന്ത് ചെയ്യരുത്? ദൈവത്തിന് പകരമായ ഒന്നും ഉണ്ടാക്കരുത്. സത്യത്തിൽ മോശ ചോദിച്ചിട്ടുണ്ടാവില്ലേ, ഇതെന്ത് പരിപാടിയാണ് കർത്താവ്? നീ തന്നെ ഈ 2 തലത്തിൽ വർത്താനം പറയരുത്. നീ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു ഒന്നും ഉണ്ടാക്കരുത്. ദേ ഇപ്പോൾ പറയണു പിച്ചള കൊണ്ട് ഒരു സാധനത്തിന് ഉണ്ടാക്കാൻ. മോശ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഇനി മോശ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സ്വഭാവമുള്ള ജോഷു കൂടെ ഉണ്ട്. ജോഷു ചോദിച്ചിട്ടുണ്ടാവും, മോശ നീ കർത്താവിനോട് നീ ഒന്നും കൂടി കൺഫേം ചെയ്യട്ടെ, ഒരു സെക്കൻഡ് കൺഫർമേഷൻ എടുക്ക്. ഇത് തന്നെയാണ് പറഞ്ഞാൽ നിനക്ക് കേട്ടതിൽ വല്ല മെസ്സേജാണോ? നിനക്ക് പ്രായമായി, ചെവിക്ക് ഇത്തിരി കേൾവിയൊക്കെ കുറഞ്ഞു, അതുകൊണ്ട് നീ ഒന്നും കൂടി കർത്താവിനോട് ചോദിക്കുക, ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ പറഞ്ഞോ എന്നൊരു ചോദ്യം ചിലപ്പോൾ ജോഷു ചോദിച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ ഇമാജിനാണ് കേട്ടോ, നിങ്ങൾ ഇതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. അതെൻ്റെ ചിന്തയാണ്. ഞാൻ എൻ്റെ ചിന്ത നിങ്ങൾക്ക് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയണ്ട, എൻ്റെ ചിന്ത നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? മോശ എന്തായാലും ദൈവത്തോട് അതിൻ്റെ ആഴത്തെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തെ ചോദിച്ചിട്ടുണ്ടോ? മോശയോട് പറഞ്ഞിട്ടുണ്ടാകും, എടാ പാമ്പിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു തകർന്ന ഒന്നിനെ നീ ഉയർത്തി നിർത്തണമെന്നാണ് മോശയോട് പറഞ്ഞത്. ഞങ്ങൾ ജെറുസലേമിൽ പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജോർദാനിൽ പോയി കഴിഞ്ഞപ്പോൾ, ജോർദാനിൽ അവിടെ മോശയുടെ മല എന്നറിയപ്പെടുന്ന നെബോ മലയിൽ ഒരു വലിയ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുരിശിൻ്റെ ആകൃതിയിൽ, ഒരു ക്രോസിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ താമ്ര സർപ്പത്തെ പിച്ചള കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയവർ രക്ഷ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പാമ്പിനെ തല്ലിക്കൊല്ലും അല്ലേ? പാമ്പിനെ തല്ലിക്കൊല്ലും. തല്ലിക്കൊന്നിട്ട് എന്ത് ചെയ്യും? വടിയിൽ ഇങ്ങനെ കുത്തി പൊക്കി എടുത്തിട്ട് നാട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പെമ്പിള്ളേരൊക്കെ കാണിച്ചു കൊടുക്കും, നിങ്ങൾ പേടിക്കണ്ട, ഈ സാധനത്തിന് തല്ലി കൊന്നുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ അടുക്കള ഭാഗത്ത് എങ്ങാനാണ് ഈ പാമ്പിനെ കണ്ടെങ്കിൽ ഇതിനെ കൊന്നു എന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ ഈ അമ്മച്ചി പിന്നെ അടുക്കള ഭാഗത്തേക്ക് പോകത്തില്ല, 2 ദിവസം പട്ടിണിയായിരിക്കും. പിന്നെ സ്വിഗ്ഗിയൊക്കെ വേണ്ടി വരും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. വേറെ നടപടിയൊന്നും ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ചേട്ടന്മാർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഈ പാമ്പിനെ എന്നിങ്ങനെ പൊക്കി കാണിക്കും. എടാ അതെ, ഈ പാമ്പിനെ നിൻ്റെ ശത്രുവിനെ ഞാൻ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് എന്ത് ചെയ്തോ, നീ അടുക്കളയിലേക്ക് പോയിക്കോ. കർത്താവ് മോശയോട് പറഞ്ഞു, മോശ നീ എന്ത് ചെയ്യണം?
നിനക്ക് പ്രതികൂലമായി, നിനക്ക് പ്രതിബിംബമായി ഇസ്രായേലിൻ്റെ പാപത്തിന് എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ പാപം ചെയ്യിപ്പിക്കുന്ന സർപ്പത്തിൻ്റെ തലയെ തകർത്ത് നീ ഒരു വടിയിൽ കുത്തി നിർത്തണം. അതിനെ തല്ലിച്ചതച്ച് ഒരു തകർത്ത സർപ്പത്തെ നീ ഉയർത്തി നിർത്തണം. അതിലേക്ക് നോക്കിയവൻ രക്ഷ പ്രാപിക്കും. അതിലേക്ക് നോക്കിയവനെ രക്ഷ പ്രാപിക്കത്തുള്ളൂ. അതുകൊണ്ട് നീ ഒരു സർപ്പത്തെ നീ എന്ത് ചെയ്യണം? ഒരു വടിയിൽ ഉയർത്തി നിർത്തണമെന്ന് വ്യക്തമായിട്ട് ദൈവം പറയുക. നീ ആ 28-ാം വാക്യം വായിക്കുമ്പോൾ, 21-8 വായിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണ്, വടിയിൽ അതിനെ കുത്തി നിർത്തണം. പിച്ചള സർപ്പത്തെയാണോ നോക്കിയത്? ആണോ? വടിയിൽ കുത്തി നിർത്തിയ പിച്ചള സർപ്പത്തെയാണ് ദൈവം ഉയർത്തിയെറിയുന്നത്. നമ്മൾ പിച്ചള സർപ്പത്തെ മാത്രമാണ് നമ്മുടെ ചിന്തയിലുള്ളൂ. പക്ഷെ ദൈവം പറഞ്ഞ് കൃത്യമായിട്ട് ആ വാക്യം ഒന്ന് വായിക്കാമോ മോനെ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. എവിടെ ഉയർത്തി നിർത്തണം? വടിയിൽ. അത് ഭൂമിയിൽ ആഴത്തിൽ ഉറപ്പിച്ച് ഇസ്രായേൽ ജനം മുഴുവൻ കാണെ നീ ഒരു വടിയിൽ അതിനെ ഉയർത്തി നിർത്തണം. സാത്താൻ്റെ തലയെ തകർത്തതിൻ്റെ പ്രതീകമായി അതിനെ ഉയർത്തി നിർത്തുമ്പോൾ അതിലേക്ക് നോക്കിയവൻ സാത്താൻ്റെ പാപത്തിൽ വീഴുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ അവനെ വീണ്ടെടുക്കും എന്നൊരു വ്യക്തമായ വെളിപ്പാട് ആർക്ക് കൊടുക്കുക? മോശയ്ക്ക് കൊടുക്കുക. മോശ പിന്നീട് ഒന്നും സംശയിച്ചില്ല. ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞത് പിച്ചള സർപ്പത്തെ ഒരു വടിയിൽ ഉണ്ടാക്കി നിർത്താനാ. അവനത് ചെയ്തു. അത് ഭൂമിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടു. ഇസ്രായേൽ ജനം മുഴുവൻ കാണെ മോശ അത് പ്രവർത്തിച്ചു എന്ന ദൈവവചനത്തിൽ നമ്മൾ താഴോട്ട് വായിക്കുന്നത്. ഇസ്രായേലോ പാപം ചെയ്തു. അവൻ ആ സർപ്പത്തിലേക്ക് നോക്കി, അല്ലെങ്കിൽ ആ വടിയിൽ കുത്തി നിർത്തിയിരിക്കുന്ന സർപ്പത്തിലേക്ക് നോക്കി, അവൻ രക്ഷ പ്രാപിച്ചു എന്ന് ദൈവവചനത്തിൽ വായിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നഥാനായേലിനോട് കർത്താവ് പറഞ്ഞെന്താ? നീ എന്ത് കാണും? നീ എന്ത് കാണും? ഭൂമിയിൽ ഒരു ഗോവണി ഞാൻ ഉറപ്പിച്ചു വെക്കുന്നത് നീ കാണും. സ്വർഗത്തിലേക്കുള്ളൊരു വഴി നീ കാണും. സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ നീ കാണും. അത് ഞാനാകുന്നു നഥാനായേലേ. സ്വർഗത്തിലേക്കുള്ള വഴിയും സ്വർഗത്തിലേക്കുള്ള ഏകവാതിലും സ്വർഗത്തിലേക്കുള്ള സത്യവും, ആ വഴിയും സത്യവും ജീവനും ഞാൻ മാത്രമാകുന്നു എന്ന് നഥാനായേലേ, നീ സത്യം വെളിപ്പെടും. നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ദൈവം വീണ്ടും വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. 3 കാര്യങ്ങൾ യേശു പറഞ്ഞത്. ഒന്ന്, വഴി സത്യവും ഞാനാണ്, സത്യം ഞാനാണ്, ജീവൻ ജീവൻ ഞാനാണ്. നിത്യജീവന് മറ്റേതെങ്കിലും വഴിയുണ്ടോ? വേറെ ഏതെങ്കിലും മധ്യസ്ഥമുണ്ടോ? ഉണ്ടോ? മറ്റൊരു മധ്യസ്ഥമില്ല. നിത്യജീവന് ഒരേ ഒരു മധ്യസ്ഥമേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റൊരു മധ്യസ്ഥനും ഇല്ല എന്ന് ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുക. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാനാണ് വഴി, ഞാനാണ് വഴി. നമ്മൾ ലുത്തിനിയെ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലേന്ന് ചെല്ലുന്ന കുറേ പേരുണ്ട് ഇവിടെ, അല്ലേ? ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൻ്റെ വാതിൽ ആരാ? ആരാ? യേശു ക്രിസ്തുവാ. സ്വർഗത്തിലേക്കുള്ള ഗോവണി ആരാ? ഈ വാതിലെന്ന് പറയുന്ന സംഭവം എന്താ? ഈ ഗോവണി എന്ന് പറയുന്നത് എന്തുവാ? ഈ കാര്യത്തെക്കുറിച്ചും ഗോവണി, സ്വർഗത്തിൻ്റെ ഗോവണി ആരാന്ന് പറയുന്നത്? മാതാവാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, അല്ലേ? സ്വർഗത്തിൻ്റെ ഗോവണി മാതാവാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ സ്വർഗത്തിൻ്റെ ഗോവണി ആരാന്ന് നമ്മളെ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്? യേശു ക്രിസ്തു. കാരണം ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നീ എവിടോട്ട് നോക്കണം? യഥാർത്ഥ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ മാത്രമേ നിനക്കത് വെളിപ്പെടുത്തുള്ളൂ. അല്ലാതെ വേറൊരു തലത്തിലേക്ക് നിനക്ക് നോക്കിയാൽ അത് മനസ്സിലാകത്തില്ല എന്ന് ദൈവം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ദൈവം യാക്കോബിന് വെളിപ്പെടുത്തിയ ഗോവണി, ദൈവം നഥാനായേലിന് വെളിപ്പെടുത്തി കൊടുത്ത ആ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഗോവണി, ദൈവം മോശയോട് ഒരു വടിയിൽ നീ ഇസ്രായേൽ ജനം മുഴുവൻ കാണെ ഭൂമിയിൽ ഉറപ്പിച്ചു വെക്കണമെന്ന് പറഞ്ഞ ആ വടി ഇതാ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുകയാ. ഇതാ കാൽവരിയിൽ 3 ആണികളിൽ തൂക്കി ഒരു മരം ഇതാ ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ആ ഭൂമിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മരത്തിൽ ഒരുവൻ തൂക്കപ്പെട്ടിരിക്കുക. 3 ആണികളാൽ അവൻ തൂങ്ങപ്പെട്ട് കിടക്കുക. അതിൻ്റെ മുകളിൽ യാക്കോബിനോട് ദൈവം പറഞ്ഞു, ആ ഗോവണിയുടെ ഉന്നതത്തിൽ നിന്നും ഞാൻ നിന്നോട് അരുളി ചെയ്യും, ഞാനാണ്
വഴിയും സത്യവും ജീവനും, അല്ലെങ്കിൽ ഞാനാണ് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമെന്ന് ഞാൻ വെളിപ്പെടുത്തുമെന്ന് ദൈവം പറഞ്ഞു. ആ വെളിപ്പാട് തന്നെ ഇതാ ആ ക്രൂശിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക. ഇവനാണ് ഇസ്രായേലിൻ്റെ രാജാവ്, ഇവനിൽ പ്രത്യാശയർപ്പിക്കുന്നവൻ, ഇവനാണ് വഴിയും സത്യവും ജീവനുമെന്ന് വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇവനല്ലാതെ മറ്റൊരു ഗോപണിയില്ല, ഇവനല്ലാതെ മറ്റൊന്നും ഇന്ന് ഭൂമിയിൽ നാട്ടപ്പെട്ടിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വെളിപ്പാട് കൊടുക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. നഥാനായേൽ ഒരു കാഴ്ച കണ്ടു. നഥാനായേൽ കണ്ടത്, നഥാനായേലോട് ദൈവം പറഞ്ഞത്, നീ ഒന്ന് കാണും, ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഗോപണി നീ കാണും. അതിൻ്റെ സ്വർഗത്തിൽ നിന്നും, അതിൻ്റെ ഉന്നതത്തിൽ നിന്നും നിനക്ക് വേണ്ടി ജീവൻ്റെ പിതാവ് വിളിച്ചു പറയുന്ന ചിലത് നീ കേൾക്കും. നിത്യജീവൻ നീ അവകാശമാക്കും നഥാനായേലേ, നീ അത് കാണുക തന്നെ ചെയ്യുമെന്ന് നഥാനായേലിൻ്റെ മുൻപിൽ ഒരു വെളിപ്പാട് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നഥാനായേലിനോട് പറഞ്ഞ രണ്ടാമത്തെ വാക്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 49-ാം വാക്യത്തിൽ നഥാനായേൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നീ ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. രണ്ട്, നീ ഇസ്രായേലിന്റെ രാജാവാണ്. നീ അംഗീകരിക്കണം. ആരാണ്? നീ ഇസ്രായേലിന്റെ രാജാവാണ്, യേശുവാണ് രാജാവെന്ന് നീ അംഗീകരിച്ചാലേ നിനക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ? നിത്യജീവന്റെ ഈ ഗോവണിയിലൂടെ ദൈവരാജ്യത്തിലേക്ക് നിനക്ക് കയറാൻ സാധിക്കത്തുള്ളൂ. ഈ ഗോവണിയിലൂടെ നിനക്ക് മുകളിലേക്ക് കയറണമെങ്കിൽ നീ യേശുവിനെ രാജാവായി പ്രഖ്യാപിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തിനാ ഗോവണി ഉപയോഗിക്കുന്നതിനാ? കയറാനും ഇറങ്ങാനും അല്ലേ? നീ കയറണമെങ്കിൽ, നിനക്ക് ഈ ഗോവണി വേണമെങ്കിൽ നീ യേശുവിനെ എന്ത് ചെയ്യണം? രാജാവായി സ്വീകരിക്കണം. നഥാനായേൽ എന്ന് സ്വീകരിച്ചോ ഇല്ലയോ? അവനെ അത്തിമരത്തിൻ്റെ മുൻപിൽ കണ്ടു എന്ന് പറഞ്ഞ നിമിഷം തന്നെ നഥാനായേൽ എന്ത് ചെയ്തു? അത് ഏറ്റെടുത്തു, അത് സ്വീകരിച്ചു. നഥാനായേൽ പറഞ്ഞു, നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇത് പറഞ്ഞപ്പോഴാണ് യേശു ഒരു വാക്യം കൊടുക്കുന്നത്, ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുക്കുന്നത്. നീ എന്ത് കാണും? നീ ഗോവണി കാണും. ഗോവണിയുടെ ഉന്നതത്തിൽ ഇതാ ലോകത്തിന് നേരെ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യം, ഇവൻ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന വാക്യം. പീലാത്തോസ് യേശുവിൻ്റെ ക്രൂശിൻ്റെ മുകളിൽ എഴുതി വെച്ച ആ വലിയ വാക്യം നീ കാണുക തന്നെ ചെയ്യും. നഥാനായേലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ ആശ്രയിക്കാതെ ഒരുവനും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വെളിപ്പാട് കൊടുക്കുകയാണ്. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 11-12 വാക്യം വായിച്ച് നമ്മൾ ആരാധനയിലേക്ക് കടന്നു പോവുകയാണ്. ഇതാണ് ആ സാക്ഷ്യം, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി, ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ആമേൻ, ഹല്ലേലൂയ. യേശു പറയുന്ന സാക്ഷ്യം ഇതാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുമ്പോഴും, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് പറയുമ്പോഴും, ഇവിടെയുള്ള സകല മനുഷ്യരും ഭൗതിക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഞാൻ എന്തിനു ജനിച്ചു, ഞാൻ എന്തിനു ജീവിക്കുന്നു. അനേക വ്യക്തികൾ ജനിച്ച് ജീവിച്ചു മരണപ്പെട്ടു പോകുന്നു. ഞാൻ നിത്യതയിൽ പ്രവേശിക്കുമോ, മനുഷ്യകുലം നിത്യതയിൽ പ്രവേശിക്കുമോ എന്ന ചിന്ത മനുഷ്യനെ അലട്ടുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് നിത്യജീവന് അവകാശമാക്കാൻ ഒരു വലിയൊരു ട്രൂത്ത് അവൻ്റെ മുൻപിൽ വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. ആ പുത്രനോ ഇതാ കാൽവരിയിൽ നാട്ടപ്പെട്ട ഒരു മരത്തിൽ തൂക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അതിൽ ഉയർത്തപ്പെട്ടവൻ, സാത്താൻ്റെ തലയെ തകർത്തവൻ, പിശാചിൻ്റെ തലയെ തകർക്കുമെന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തിയവൻ, മോശയോട് താമ്ര സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞവൻ, താമ്ര സർപ്പത്തെ ഉയർത്തി നിർത്തുമ്പോൾ പിശാചിൻ്റെ തലയെ തകർത്തു എന്ന് പ്രഖ്യാപിച്ചവൻ, യാക്കോബിന് വെളിപ്പാട് കൊടുത്തവൻ, ഇതാ യാക്കോബേ, നീ ഒരു ഗോവണി വെച്ച് കയറുന്നതും ദൈവദൂതന്മാർ ഇറങ്ങി വരുന്നതും ദൈവജനത്തെ നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവം ഉയർത്തുമെന്ന് വെളിപ്പെടുത്തിയവൻ, ഇതാ വീണ്ടും ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാ, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശുവിനെ സ്വന്തമാക്കാതെ നീ ജീവനിലേക്ക് വരത്തില്ല. നീ ഏതൊക്കെ മധ്യസ്ഥൻ്റെ പിന്നാലെ പോയാലും, ഏതൊക്കെ വിശുദ്ധൻ്റെ പിന്നാലെ പോയാലും, നീ ലോകത്തുള്ള ഏത് വിശ്വാസത്തിൽ നീ ആയിരുന്നാലും, യേശു ക്രിസ്തുവിലല്ലാതെ, ആ മരത്തിൽ നാട്ടപ്പെട്ടവനല്ലാതെ, അതിൽ തൂക്കപ്പെട്ടവനല്ലാതെ ഒരുവനിൽ നിനക്ക് പ്രത്യാശയില്ല. അവനിൽ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തെ നിത്യജീവനെ സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ദൈവം പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന.